എന്താ ഇവിടെ ഇരിക്കാൻ പോകുന്നേ? വരൂ, ഞങ്ങളൊക്കെ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. ഫാദർ പ്ലീസ് വെയിറ്റ്. ഞാൻ പറഞ്ഞതിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചാൽ മതി. അങ്കിൾ, എന്തിനാ നീ കല്യാണം താമസിപ്പിക്കുന്നത്? ഒന്നുമില്ല മേരി, ഒരു ചെറിയ സംശയം തീർക്കാനുണ്ട്. എന്നിട്ട് ഈ കല്യാണം നടത്താൻ പറ്റും. ഈ സമയത്താണോ സംശയം തീർക്കുന്നത്? സാരമില്ല മേരി, ഇപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. നീ ക്രിസ്തു മതത്തിൽപ്പെട്ടവളാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്റെ മകൾ ട്രീസ ഏത് മതത്തിൽപ്പെട്ടവളാണെന്നുള്ളതാണ് എന്റെ സംശയം. ഇതെല്ലാം കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പോഴന്വേഷിച്ച എന്താ കുഴപ്പം? അന്ന് നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ മകനെ കൊണ്ട് നിന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോ ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ വന്ന് നിങ്ങളുടെ കാല് പിടിച്ചെന്നു? അതിപ്പോ അനാഥയായ നീ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞെന്ന് വരും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്കറിയേണ്ടത് ഈ പെൺകുട്ടിക്ക് മാമൂലിസ നടത്തിയിട്ടുണ്ടോ? ലോറൻസ് അങ്കിളുടെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം അറിയണം. അതിരിക്കട്ടെ മേരി, നിന്റെ കല്യാണം നടന്നിട്ടുണ്ടോ? ഏത് പള്ളിയിൽ വെച്ച് ഏത് വൈദികനാണ് വിവാഹം നടത്തിയത്? ആരാണ് നിന്നെ കെട്ടിയത്? ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ അപ്പനാരെന്നാണ് ചോദിച്ചത്. ലോറൻസ് അങ്കിൾ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്? അതെ, ഞാൻ ചെറുക്കന്റെ അപ്പനാണ്. എല്ലാം ചോദിച്ചറിയേണ്ടത് എന്റെ ആവശ്യമാണ്. അല്ല, നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയല്ല, എന്നെ അപമാനിക്കാനാണ്, മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്. അല്ല, ഈ കല്യാണം കാരണം എന്റെ മകന്റെ ഭാവി നശിക്കാൻ പാടില്ല. ഡോക്ടർ, നിങ്ങൾ നിൽക്കുന്ന മേരിയുടെ രക്ഷകർത്താവല്ലേ? അതെ. ഇവർക്ക് വിവാഹം നടന്നിട്ടുണ്ടോ? അത് പിന്നെ ലോറൻസ്, ആരോരുമില്ലാത്ത ഇവരോട് അല്പം കൂടി കരുണ കാണിക്കണം. ഈ മോതിരം ആരുടേതാണെന്ന് അങ്ങക്ക് ഓർമ്മയില്ലേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇല്ല. അങ്ങ് എത്ര വലിയവനാണെങ്കിലും കള്ളം പറയരുത്. നീയാണ് ഏറ്റവും വലിയ കള്ളം പറഞ്ഞ് എല്ലാരെയും വഞ്ചിക്കാൻ നോക്കുന്നത്. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഈ നിൽക്കുന്ന മേരി വിവാഹം കഴിയാതെ പ്രസവിച്ചവളാണ്. അവളുടെ ഹീനമായ ജീവിതത്തിൽ നിന്നുണ്ടായതാണ് ഈ നിൽക്കുന്ന മകൾ. പരിശുദ്ധമായ ദേവാലയത്തിൽ കാലുകുത്താൻ പോലും ഇവൾക്ക് അർഹതയില്ല. നീ എന്താടാ പറഞ്ഞത്? ഈ നിൽക്കുന്ന മേരി വഴിപിഴച്ചവളാണെന്ന്. എടാ, നീ എന്താ പറഞ്ഞതെന്ന്? നിന്റെ മകൾ വഴിപിഴച്ചവളാണെന്ന്. എടാ, നിന്റെ കൈവിട്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കൊല്ല. ഇല്ല, ഞാൻ ആരെയും കൊല്ലൂല്ല. ഞാൻ ഇനി ഒരിക്കലും ഒരു മൃഗമാവില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ വില്യം ഡി ക്രൂസ് അല്ല, ആന്റണിയാണ്. ജയിൽ പുള്ളിയായ 199 ആന്റണി. ഇവിടെ പള്ളിഗോപുരത്തിൽ മണിമുഴക്കിയിരുന്ന ഒറ്റക്കണ്ണൻ ആന്റണി. ആ പഴയ ആന്റണിയാണ് ഞാൻ. ലോറൻസ്, തൃപ്തിയായില്ലേ? സ്നേഹമാണ് ഏറ്റവും വലിയ വിലങ്ങെന്ന് വിശ്വസിച്ചിരുന്നവനാണ് ഞാൻ. സന്ദർഭം നോക്കി നീ എന്നെ വീഴ്ത്തി. ഇനിയെങ്കിലും പറയൂ, എന്റെ മേരി വഴിതെറ്റി ജീവിച്ചവളല്ലെന്ന്. എന്റെ മകളെ ഒരുത്തൻ വഞ്ചിച്ചതിനാലാണ് അവളുടെ ജീവിതം പാഴായെന്നുള്ള സത്യം തുറന്നു പറയൂ. എനിക്ക് വേണ്ടിയല്ല,
എന്റെ മേരിക്ക് വേണ്ടി. എല്ലാം തുറന്നു പറഞ്ഞ് എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കൂ ലോറൻസ്. എന്നോട് ക്ഷമിക്കൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ നിന്നോട് പലപ്പോഴും ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഈ ലോറൻസിന്റെ ഹൃദയത്തുടുക്കുകളിൽ അലിഞ്ഞു ചേർന്നവനാണ് നീ. എന്റെ തെറ്റുകൾ ക്ഷമിച്ചു എന്ന് പറയും. മേരി, നീ എനിക്ക് മാപ്പ് തരണം. ആന്റണി ആരെയാണെന്നുള്ള സത്യം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. നീ എന്തുമാത്രം വേദനിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ മേരിയെ കുറിച്ച് പറഞ്ഞതെല്ലാം കെട്ടുകഥകളാണ്. മേരി പരിശുദ്ധയാണ്, കളങ്കമില്ലാത്തവളാണ്. അവളുടെ വിവാഹം നടത്തിവെച്ചത് ഞാൻ തന്നെയാണ്. മോളെ, ഉച്ചത്തിൽ വിളിക്കും മോളെ. ഈ ലോകം മുഴുവൻ കേൾക്കുന്ന ശബ്ദത്തിൽ അപ്പച്ച എന്ന് ഉറച്ചു വിളിക്കും മോളെ. കരയാതെ മോളെ, കരയാതെ. എല്ലാം എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്ന നിമിഷമാണിത്. കരയാതെ. എന്തിനാ മോളെ കരയുന്നത്? എന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ഭയന്നാണോ? നിന്റെ താലികെട്ട് കഴിഞ്ഞേ ഞാൻ പോകും. നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ കൈകളായിരിക്കും വെഡിങ് ബെൽ മുഴക്കുന്നത്. ലോറൻസ്, വെഡിങ് ബെൽ അടിക്കാൻ എന്നെ അനുവദിക്കൂ. സോറി 199. വെഡിങ് ബെൽ അടിക്കാൻ പോകുന്നയാൾ അതുവഴി കടന്നു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? ചെല്ലടാ, ചെല്ലേ.